ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നിറവേറാൻ വല്ല അമലുകളും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു അമല് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. നമ്മളെ ജീവിതത്തിലെ വിഷമങ്ങൾ അള്ളാഹു അകറ്റി തരട്ടെ. സന്തോഷവും സമാധാനവും നിലനിർത്തി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. സർവ്വ കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. എത്രയോ ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ഉപകാരം ലഭിക്കുന്നു. എത്രയോ ആളുകളുടെ ടെൻഷൻ മാറുന്നുണ്ട്. എത്രയോ ആളുകളുടെ രോഗങ്ങൾ മാറിയിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ഹാജത്തുകൾ നിറവേറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക. 6 മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവ് ആ സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ആയിഷ ബീവിയുടെ ഖബർ എവിടെയാണ് എന്നുള്ളത്. അൽഹംദുലില്ലാ അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. ശരിക്കും അതിന്റെ ആൻസർ ആയിഷ ബീവിയുടെ ഖബർ ജന്നത്തുൽ ബഖീലാണ്. ഒരുപാട് സഹാബി വനിതകളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. നരകത്തിന് എത്ര കവാടങ്ങളുണ്ട്, സ്വർഗത്തിന് എത്ര കവാടങ്ങളുണ്ട് എന്ന ക്വസ്റ്റ്യന് അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാര് അതിന്റെ ആൻസർ എഴുതി വിട്ടിരുന്നു. നമ്മൾ പറഞ്ഞു സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്ന്. ഇനി നരകത്തിന് എത്ര കവാടങ്ങളുണ്ട് അറിയുന്ന ആളുകളൊക്കെ എഴുതി വിടുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് സഹോദരിമാര്, ഒരുപാട് ഉമ്മമാര് പലപ്പോഴായി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഉസ്താദെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നിറവേറാൻ വല്ല അമലുകളുണ്ടോ? ചിലപ്പോൾ കുറി കിട്ടാണ്ടാവും, അതല്ലെങ്കിൽ പെട്ടെന്ന് വിവാഹം ശരിയാകേണ്ട ആവശ്യം ഉണ്ടാവും, അതല്ലെങ്കിൽ പെട്ടെന്ന് വിസ ശരിയാകാന്, പെട്ടെന്ന് പാസ്പോർട്ട് ശരിയാവാന്, പെട്ടെന്ന് ജോലി ശരിയാവാന്, അതല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ള ഉദ്ദേശങ്ങൾ നിറവേറാൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന് ഇൻഷാ അല്ലാഹ് പറ്റിയ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക, എഴുതിയെടുക്കുക. മനസ്സിലാകാത്ത ആളുകൾ വീണ്ടും മജ്ലിസ് കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന അമല് 7 ദിവസം തുടർച്ചയായി ചെയ്യേണ്ട ഒരു അമലാണ്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അമലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ശരിക്കും എഴുതിയെടുക്കണം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. മനസ്സിലാകാത്തവര് വീണ്ടും ക്ലാസ് കേൾക്കുക. ഒരു ദിവസം നമ്മൾ തുടങ്ങണം, ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യുക. അഥവാ ഇന്നത്തെ ദിവസമാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ പിന്നെ തുടർച്ചയായി 7 ദിവസം നമ്മൾ ആ അമല് മുടങ്ങാതെ ചെയ്യണം. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ദിവസം തിരഞ്ഞെടുക്കുക. ആ ദിവസം മുതൽ 7 ദിവസം തുടർച്ചയായി ഈ പറയാൻ പോകുന്ന അമല് നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അമലുകളുടെ കൂട്ടത്തിൽ, ദിക്റുകളുടെ കൂട്ടത്തിൽ വളരെ പവർഫുള്ളായ ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ആ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ 100 പ്രാവശ്യം ഒരു ദിവസം ചെല്ലുക. നല്ല ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുക. തഹജ്ജുദിന്റെ ശേഷമോ, ദുഹാ നിസ്കാരത്തിന്റെ ശേഷമോ, അതല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിന്റെ ശേഷമോ, എപ്പോഴും ആകാം. ഒരു ദിവസം നമ്മൾ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് തുടർച്ചയായി സംസാരിക്കാതെ 100 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അതിനുശേഷം പരിശുദ്ധ ഖുർആനിലെ നല്ല ഒരു സൂറത്താണ്, അത്ഭുതകരമായ സൂറത്താണ് സൂറത്തു ആൽ ഇംറാൻ. അതും ഓതണം. ഇതാണ് ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട അമല്. എന്താണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 100 പ്രാവശ്യം, ആൽ ഇംറാൻ സൂറത്ത് ഒരു പ്രാവശ്യവും പാരായണം ചെയ്യുക. രണ്ടാമത്തെ ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ, എന്ന ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യം ചൊല്ലുക. ഇത് മാത്രമാണ് രണ്ടാമത്തെ ദിവസം ചെയ്യേണ്ടത്. നിസ്കാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ, അത് കൂടാതെ ചെയ്യേണ്ട അമലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പ്രത്യേകമായി 100 പ്രാവശ്യം, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എല്ലാ ദിവസവും ചെല്ലുന്ന ആളുകളാണ്, അത് കൂടാതെ പ്രത്യേകമായി 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലി തീർക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വന്നാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നപ്പോൾ ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ, ഇത് ചൊല്ലി ഒരാൾ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് കൊടുക്കാതിരിക്കൂല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ദിവസം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പ്രത്യേകമായി 100 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ നാലാമത്തെ ദിവസത്തിലേക്ക് കടന്നു വന്നാൽ നാലാമത്തെ ദിവസം അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളാണ് ചെയ്യേണ്ടത്. ശരിക്കും എഴുതിയെടുക്കണം കേട്ടോ, നാളെ ഈ അമല് മനസ്സിലാകുള്ളൂ. മനസ്സിലാകാത്ത ആളുകൾ ക്ലാസ് വീണ്ടും കേൾക്കുക. അപ്പൊ നാലാമത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടത് എന്താ? അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളാണ്. ഏതൊക്കെയാണ് ഇസ്മ? യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്. എങ്ങനെ? യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്. ഈ ഇസ്മുകള് നാലാമത്തെ ദിവസം നമ്മൾ ചൊല്ലി. എത്ര പ്രാവശ്യം? യാ ഗനിയു യാ അല്ലാഹ് 100 പ്രാവശ്യം, യാ മുഗ്നി യാ അല്ലാഹ് 100 പ്രാവശ്യം, യാ ലത്തീഫ് യാ അല്ലാഹ് 100 പ്രാവശ്യം, യാ മുജീബ് യാ അല്ലാഹ് ഇത് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലി തീർക്കുക. നാലാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ ദിവസമാണ്. അഞ്ചാമത്തെ ദിവസം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. വളരെ അത്ഭുതകരമായ ദിക്റാണിത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്? 111 പ്രാവശ്യം. ഉണ്ടോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 111 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ആറാമത്തെ ദിവസത്തിലേക്ക് കടന്നു വന്നാൽ സ്വലാത്തുൽ ഫാത്തിമിയ. ഏത് സ്വലാത്തും ചൊല്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്വലാത്തുൽ ഫാത്തിമിയ പറഞ്ഞു. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ല, സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ല, സ്വലാത്തുൽ നൂറ് ചൊല്ല, ഏത് സ്വലാത്തും ചൊല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്വലാത്ത് 100 പ്രാവശ്യം പ്രത്യേകമായി ആറാമത്തെ ദിവസം ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയാൽ നേടിയെടുക്കാൻ പറ്റാത്തത് ഒന്നുമില്ല ഈ ലോകത്ത് എന്നുള്ളതാണ്. അങ്ങനെ ആറാമത്തെ ദിവസം കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് 100 പ്രാവശ്യം പറയുക. ആറാമത്തെ ദിവസം സലാത്ത് 313 പ്രാവശ്യമാണ് ചെല്ലേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാമത്തെ ദിവസം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് 100 പ്രാവശ്യം പറയുക. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുമല്ലോ, അതൊരു നല്ല സമയത്ത് തന്നെ തിരഞ്ഞെടുക്കുക. ദുആ ചെയ്യാൻ പറ്റിയ ഒരു സമയത്ത് ചൊല്ലുക. ലാസ്റ്റത്തെ ദിവസം നല്ല ഒരു സമയത്ത് ചൊല്ലുക. അഥവാ ളുഹാ നിസ്കാരത്തിന്റെ ശേഷമോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമൊക്കെ ചൊല്ലി തീർത്തിട്ട് ആത്മാർത്ഥമായി റബ്ബിനോടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ ദിവസം തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ അള്ളാഹു പൂവണിയേക്കാതിരിക്കൂല. ദൂനി അസ്തജിബ് ലക്കുന്നല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് നൽകാം. പക്ഷെ നമ്മൾക്ക് ആത്മാർത്ഥത വേണം. നമ്മളെ കൽബിൽ അഹങ്കാരം ഉണ്ടാകാൻ പറ്റൂല, ഒരാളോടും വെറുപ്പുണ്ടാകാൻ പറ്റൂല, ഒരാളോടും വിദ്വേഷം ഉണ്ടാകാൻ പറ്റൂല. കുടുംബക്കാര് പരസ്പരം പിണങ്ങിയിട്ടുണ്ടാവും, അമ്മായിമ്മ ഇളയച്ചിയും തെറ്റിയിട്ടുണ്ടാവും, ഇളയച്ചി മൂത്തച്ചിയും തെറ്റിയിട്ടുണ്ടാവും, ജ്യേഷ്ഠനും അനിയനും തെറ്റിയിട്ടുണ്ടാവും, എല്ലാവരെയും ആക്രമിച്ചിട്ടുണ്ടാവും, സിഹറും കണ്ണേറൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇവൻ തുയർന്നു കഴിഞ്ഞാൽ എന്തുത്തരം അള്ളാഹു കൊടുക്കുക? ഇവൻ 7 ദിവസം ഈ അമല് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല. നമ്മൾ ആദ്യം നമ്മളെ ഭാഗമൊക്കെ ക്ലിയർ ആക്കണം. നമ്മൾ നല്ലൊരു അടിമയാകണം, നല്ലൊരു മനുഷ്യനാകണം, അള്ളാഹു പൊരുത്തപ്പെട്ട മനുഷ്യനാകണം. അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ കൽബ് പറ്റ മോശാണ്, അഹങ്കാരം നിറഞ്ഞ, അസൂയ നിറഞ്ഞ, കിബിർ നിറഞ്ഞ, രുആദ് നിറഞ്ഞ, എല്ലാവരോടും വെറുപ്പ് നിറഞ്ഞ കൽബാണ് നമ്മളെ കൽബിലെങ്കിൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു നമ്മളെ പരിഗണിക്കൂല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ നന്നാവണം, നല്ലൊരു മനുഷ്യനാകണം, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി മാറുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ നമ്മൾ ചോദിച്ചത് മുഴുവനും അള്ളാഹു നൽകും, അതിൽ യാതൊരുവിധ സംശയമില്ല. പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നീ പൂണിക്കണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. എല്ലാവരും ഇഷ്ടപ്പെട്ടവരുടെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മുത്തുനബിയെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.